മൂന്നാറ് ഭാഗത്തോട്ടം പോകുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം പുനർജനിയിലെ കഥകളി ഫ്യൂഷനാണ്. ഒരു കിടുക്കൻ ഐറ്റം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപാടി. ഞാൻ എത്രയോ തവണ വന്ന് ഇവിടെ കണ്ടിട്ടുണ്ടെന്നറിയോ. വീഡിയോസ് മൊത്തം കാണിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ മുഴുകി പോകണം. അത് കണ്ടിട്ട് അതുപോലത്തെ പെർഫോമൻസാണ് ഇവരുടെ. ഞാൻ എന്താ പറയുക, ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ. ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ. നിങ്ങളാരെങ്കിലും ഇതിലേക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഈ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഇത് ഫ്യൂഷൻ കഥകളിയിലത്തേക്ക് ഉണ്ടല്ല, എല്ലാം ഉണ്ട്. നമുക്ക് കഥകളിയൊക്കെ ഭരതനാട്യം, മോഹിനിയാട്ടം, തെയ്യം എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. ഓരോ പെർഫോമൻസുകളും ഞാൻ മുഴുകിയിരുന്ന് കണ്ടു പോകുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ മൊത്തം കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് മൊബൈലിൽ കണ്ട ഒരു ഐറ്റം അല്ല ഇത്. നമ്മൾ സമയമെടുത്ത് ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ച് നമ്മളതൊക്കെ ആസ്വദിക്കുക. കാരണം നമ്മൾ കുറേ സിനിമകൾ മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഇതുപോലത്തെ ആർട്ട് പ്രോഗ്രാംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു പ്രചോദനമാവും. അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സന്തോഷം. നിങ്ങളൊന്ന് കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഫാനായി പോകും. ഞാൻ എത്രയോ തവണയായി കാണുന്നു, പക്ഷേ എപ്പോഴും ഒരു പുതുമയോടെയാണ് ഞാനിത് ഇപ്പോഴും ആസ്വദിക്കുന്നത്. പിന്നെ ആർട്ടിസ്റ്റുകൾ മാറി മാറി വരും, എന്നാലും അടിപൊളിയാണ്. ഇതൊരു സിദ്ധി തന്നെയാണത്. അവരെ നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ ഈ പാട്ടൊക്കെ മൂളിപ്പാട്ട് പാടുമെങ്കിലും അതിന് ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു എങ്ങും അല്ല. ഇതിൻ്റെ അവരുടെ എന്താ പറയുക, ഇവർക്കുള്ള ആ ഒരു ഭാവാഭിനയങ്ങളും എല്ലാം എന്തോരം പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ഇവർ, നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ഇവർ ഈ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുന്നത്. നമുക്കൊരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊക്കെ കൈ ഉറക്കും. അപ്പോൾ വരിക വെച്ചാൽ പുനർജനിയിലെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ മസ്റ്റായിട്ട് കാണുക. നിങ്ങൾക്ക് ഒരു തരത്തിലും നഷ്ടം വന്നില്ല. നിങ്ങൾക്ക് 1 മണിക്കൂറാണ് ഇതിൻ്റെ പ്രോഗ്രാം വന്നത്. 300, 400, 500 ടിക്കറ്റ് നിരക്ക് വന്നത്. അപ്പോൾ നമുക്ക് അഡ്വാൻസ് ബുക്കിങ്ങും ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ കോൺടാക്ട്സ് നമ്പർ ഞാൻ ഇട്ടേക്കാം ഇതിനകത്ത്. പുനർജനിക്ക് 2 സ്റ്റേജുകളുണ്ട്. ഒന്ന് 2-ാം മൈലിലുണ്ട്, ഒന്ന് ആനച്ചാലിലുണ്ട്. ഞാനിപ്പോൾ ഇത് കാണുന്നത് ആനച്ചാലിലാണ്. ആനച്ചാലിൽ 2 ഷോസാണുള്ളത്. 5 മണിക്കുണ്ട്, 7 മണിക്കുണ്ട്. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും സമയം വ്യത്യാസങ്ങളുണ്ടായേക്കാം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കോൺടാക്ട്സ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് വിളിച്ച് ചോദിച്ചിട്ട് ബുക്ക് ചെയ്യുക. നമുക്ക് ഹാപ്പിയായിട്ട് ആർക്കും സജഷൻ ചെയ്യാൻ പറ്റുന്ന കിടുകിടിലം ഐറ്റമാണ്. ഞാനിത് കണ്ടിട്ട് അന്തം വിട്ട് പണ്ടാരടങ്ങിയിരിക്കുന്ന കുട്ടിയാണെന്ന് അറിയില്ലേ, ആ ഒരു സെറ്റപ്പാണ്.
തെയ്യം ആതിര പുലർച്ചെ, ഭരതനാട്യം ഹന്ന പുലർച്ചെ, മോഹിനിയാട്ടം കലാമണ്ഡലം സ്നേഹ, കഥകളിയിലേക്ക് കലാനിലയം വിദ്യ. Now we welcome all of you.